ഏവർക്കും ഹോപ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുധീഷ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മാത്സിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മൾ ഒന്നാമത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അരുണ് ഒരു ജോലി 80 ദിവസം കൊണ്ട് പൂർത്തീകരിക്കും. അരുൺ അത് 10 ദിവസം ചെയ്തു. അതിനുശേഷം ജോലിയിൽ നിന്ന് പിന്മാറി. ബാക്കി ജോലി അനിൽ 42 ദിവസം കൊണ്ട് ചെയ്യുന്നു. എങ്കിൽ അരുണും അനിലും ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് നമ്മുടെ ചോദ്യം. അരുണിന് ഒരു ജോലി പൂർത്തീകരിക്കാൻ 80 ദിവസം വേണം. പക്ഷെ അവൻ എത്ര ദിവസമേ ചെയ്തോളൂ? 10 ദിവസമേ ചെയ്തോളൂ. 80 ദിവസം ചെയ്യേണ്ട അവൻ 10 ദിവസമേ ചെയ്തോളൂ. ബാക്കി ഇനി അവൻ എത്ര ദിവസം ചെയ്യണമായിരിക്കും? അതായത് 80-ൽ 10 ദിവസമേ ചെയ്തോളേ, ബാലൻസിന് 70 ദിവസം കിടപ്പില്ലേ. അപ്പോൾ അരുണ് 70 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി, ബാക്കി അനിൽ അതേ ജോലി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു? 42 ദിവസം കൊണ്ട് ചെയ്തു. അനിൽ ആ ജോലി 42 ദിവസം കൊണ്ട് ചെയ്തു. എവിടെ നിന്ന് 70 വന്നേ? അരുണിന് മൊത്തത്തിൽ 80 ചെയ്യണമായിരുന്നു, പക്ഷെ അവൻ 10 ദിവസമേ അത് ചെയ്തോളൂ. ബാലൻസ് 80-ൽ നിന്ന് 10 കുറച്ചാൽ അരുണിന് 70 ദിവസം ചെയ്യേണ്ട ജോലി അനിലാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്തു? 42 ദിവസം കൊണ്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അവരുടെ എഫിഷ്യൻസി എടുത്തൂടെ? അരുൺ ബൈ അനിൽ ഇസ് ഈക്വൽ ടു സമത്തിനപ്പുറം ഉള്ളത് 42, ഈ ഗുണിക്കുന്ന 70 ഇപ്പുറമാക്കി ബൈ 70, 42/70. ചെറുതാക്കാൻ വേണമെങ്കിൽ 42 70 ചെറുതാക്കാം, കട്ട് ചെയ്യാം. 7 കൊണ്ട് കട്ട് ചെയ്യുമ്പം ഇവിടെ 6 കിട്ടും, ഇവിടെ 10 കിട്ടും. വീണ്ടും വേണമെങ്കിൽ ചെറുതാക്കാം. 6ന്റെ പകുതി 3 കിട്ടും, 10ന്റെ പകുതി 5 കിട്ടും. അരുണിൻ്റെ എഫിഷ്യൻസി 3 കിട്ടി, അനിലിൻ്റെ എഫിഷ്യൻസി 5 കിട്ടി. അനിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി 3 കിട്ടി, അനിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി 5 കിട്ടി. നമ്മൾ ഇങ്ങനെ വർക്ക് ആൻഡ് ടൈമിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? WET, വർക്ക് എഫിഷ്യൻസി ടൈം. വർക്ക് കണ്ടുപിടിക്കാൻ എഫിഷ്യൻസി ഇൻറ്റു ടൈം. വർക്കിൻ്റെ ഇക്വേഷൻ എഫിഷ്യൻസി ഇൻറ്റു ടൈം. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ വർക്ക് ബൈ ടൈം. ടൈമിൻ്റെ ഇക്വേഷൻ വർക്ക് ബൈ എഫിഷ്യൻസി. നമുക്ക് അവിടുത്തെ ടോട്ടൽ വർക്ക് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അവർ ചെയ്യേണ്ട ആകെ ജോലി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അരുണിന് ഒരു ജോലി പൂർത്തീകരിക്കാൻ 80 ദിവസം എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അരുണിൻ്റെ എഫിഷ്യൻസി നമുക്ക് 3 കിട്ടിയില്ലേ. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ ഇക്വേഷൻ എഫിഷ്യൻസി ഇൻറ്റു ടൈം. എഫിഷ്യൻസി അരുണിൻ്റെത് 3 അല്ലേ, അതിനെടുത്ത ടൈം 80 അല്ലേ. അപ്പോൾ വർക്ക് ഇസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. 80 ഗുണം 3, 80നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 240. ടോട്ടൽ വർക്ക് 240. അവർ ചെയ്യേണ്ട ആകെ ജോലി 240. നമ്മുടെ ക്വസ്റ്റിലേക്ക് പോവാം. അരുണും അനിലും കൂടെ ചേർന്ന് അത് എത്ര ദിവസം എടുക്കുന്ന ചോദ്യം. അരുണും അനിലും കൂടെ ചേർന്ന് എത്ര ദിവസം എന്നല്ലേ ചോദ്യം. ടൈം കണ്ടുപിടിക്കൽ ഇക്വേഷൻ വർക്ക് ബൈ എഫിഷ്യൻസി അല്ലേ. വർക്ക് എത്ര എന്നുണ്ട്? 240 ടോട്ടൽ വർക്ക് 240 അല്ലേ. 240 ബൈ വർക്ക് ബൈ എഫിഷ്യൻസി. ആരുടെയൊക്കെ? അരുണിൻ്റെയും അനിലിൻ്റെയും. അരുണിൻ്റെത് 3 ആയിരുന്നു, അനിലിൻ്റെത് 5 ആയിരുന്നു. 5ഉം 3 കൂടെ ചേർന്ന് 8 എന്ന് കിട്ടി. 240/8 വരും. 24-ാമത്തെ 8 3 പ്രാവശ്യം അല്ലേ ക്വസ്റ്റിൻ്റെ ആൻസർ. അവർക്ക് ഒരുമിച്ച് ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? 30 ദിവസം വേണം. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചേ, നോക്കിയേ പ്രത്യേകത. അരുണിന് ഒരു ജോലി ചെയ്യാൻ 80 ദിവസം വേണമായിരുന്നു, പക്ഷെ അവൻ എത്ര ദിവസമേ ചെയ്തോളൂ? 10 ദിവസമേ ചെയ്തോളൂ. ബാക്കിയാണ് ആര് ചെയ്തേ? അനിൽ ചെയ്തേ. എത്ര ദിവസം കൊണ്ട്? 42 ദിവസം കൊണ്ട്. അതായത് 80 ദിവസം ചെയ്യേണ്ട അവൻ 10 ദിവസം ചെയ്തു. ഇനി അവൻ എത്ര ദിവസം ചെയ്യാനുണ്ട്? 80-ൽ നിന്ന് ആ 10 കുറച്ച് അരുണ് 70 ദിവസം ചെയ്യാനുണ്ട്. അതേ ജോലി തന്നെയാണ് അനിൽ എത്ര ദിവസം കൊണ്ട് ചെയ്തേ? 42 ദിവസം കൊണ്ട് ചെയ്തേ. അതുകൊണ്ടാണ് നമ്മൾ എഴുതി അരുണ് 70 ദിവസം കൊണ്ട് ചെയ്യേണ്ടത്, അനിൽ 42 ദിവസം കൊണ്ട്. ഈ അനിലിനെ ഇപ്പുറമാക്കി അരുണേ ബൈ അനിൽ ഇസ് ഈക്വൽ ടു 42/70. അങ്ങനെ ചെറുതാക്കി വന്നപ്പോൾ 3/5. ഇത് അവരുടെ എഫിഷ്യൻസി ആയിരിക്കും. അരുണിൻ്റെ എഫിഷ്യൻസി 3, അനിലിൻ്റെ എഫിഷ്യൻസി 5. ഇനി നമുക്കറിയാം വർക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഫിഷ്യൻസി ഇൻറ്റു ടൈം. അതിന് വേണ്ടിയാണ് നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിച്ചത്. വർക്കിൻ്റെ ഇക്വേഷൻ എഫിഷ്യൻസി ഇൻറ്റു ടൈം. ആരാ ജോലി പൂർത്തീകരിക്കുന്നത് പറഞ്ഞേ? അരുണല്ലേ. അരുൺ 80 ദിവസം കൊണ്ട് പൂർത്തീകരിക്കും. ആ 80 എടുത്തു. അരുണല്ലേ, അതുകൊണ്ട് അരുണിൻ്റെ എഫിഷ്യൻസി 3 എടുത്തു. 80 ഗുണം 3 240. ടോട്ടൽ വർക്ക് 240. നമുക്ക് അവർ ഒരുമിച്ച് ചെയ്യുന്ന ടൈമാണ് വേണ്ടുന്നത്. ടൈം കണ്ടുപിടിക്കാൻ വർക്ക് ബൈ എഫിഷ്യൻസി. വർക്ക് 240 ആണ്. 2 പേരുടെയും കൂടി എഫിഷ്യൻസി. ഈ 5ഉം ഈ 3ഉം 5 3 കൂടെ ചേർത്താണ് 8. 240/8 30. ആൻസർ 30 ദിവസം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. ഇതിനകത്ത് പരസ്പരം മാറ്റേണ്ട ചിഹ്നം നമുക്ക് ആൻസറായിട്ട് എത്ര കിട്ടണം? 51 തന്നെ കിട്ടണം.
ഏതൊക്കെ ചിഹ്നങ്ങൾ പരസ്പരം മാറ്റുമ്പോഴാണ് 51 കിട്ടുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അതിനുവേണ്ടി ഇത്തരം ഒരു ചോദ്യം തരുമ്പോൾ പരസ്പരം മാറ്റേണ്ട ചിഹ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ തന്നിരിക്കുന്നത് ഹരണമൊക്കെയൊക്കെ നോക്കുക. ബോർഡ് മാസ് അനുസരിച്ച് ബ്രാക്കറ്റ് ഒന്നും ഇല്ല, ഓഫ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡിവിഷൻ ഹരണത്തിൻ്റെ സ്റ്റെപ്പ് ഒന്ന് നോക്കാം നമുക്കിവിടെ 2/3 അല്ലേ. 2/3 എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭിന്നസംഖ്യനല്ലേ കിട്ടുന്നത്, ഹരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ ഭാഗത്തെ നമുക്കൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് നോക്കാം. പരസ്പരം മാറ്റേണ്ടതെന്നല്ലേ ഓപ്ഷൻ എ കിടക്കുന്നത് മൈനസും ഗുണനവും. ഹരണം വന്നിട്ടില്ല ഇവിടെ പ്ലസും ഹരണവും. അപ്പോൾ പ്ലസ് വരുന്നിടത്ത് ഹരണം കൊടുക്കുക, ഹരണം വരുന്നിടത്ത് പ്ലസ് കൊടുക്കുക. നമുക്കൊന്ന് മാറ്റി കൊടുത്തു നോക്കാം. പ്ലസിൻ്റെ സ്ഥാനത്ത് ഹരണം കൊടുക്കണം, ഹരണത്തിൻ്റെ സ്ഥാനത്ത് പ്ലസും കൊടുക്കണം. ചെയ്ത് നോക്കാം. ഇതേ ചോദ്യത്തിനകത്ത് 100 അതേപോലെ തന്നെ എഴുതി, പ്ലസ് വരുന്നിടത്ത് ഹരണവും ഇട്ടു, ഹരണം 100 അതേപോലെ തന്നെ എഴുതി, ഗുണനമൊക്കെ അതേപോലെ ഇട്ടു, 50 അതേപോലെ എഴുതി, മൈനസും അതേപോലെ എഴുതി, 2ഉം അതേപോലെ എഴുതി. ഹരണത്തിന് പകരം എന്താക്കുക, പ്ലസ് എന്നാക്കി. ഇതിൻ്റെ ആൻസർ ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കിയാൽ മതി, 51 കിട്ടുമെന്ന് നോക്കിയാൽ മതി. കിട്ടുന്നെങ്കിൽ ആ ഓപ്ഷൻ കറപ്പിക്കാം, ഇല്ല എങ്കിൽ നമുക്ക് ഓരോ ഓപ്ഷൻ എടുത്ത് ചെക്ക് ചെയ്യണം. നോക്കാം നമുക്ക്. ആദ്യമേ ഹരിക്കാൻ 100നെ 100 കൊണ്ട് ഹരിക്കുന്നു. 100-നകത്ത് 100 ഒരു പ്രാവശ്യമല്ലേ, 1 ഗുണം 50. 1 ഗുണം 50 എന്ന് പറയുമ്പോൾ എത്ര തന്നെ, 50 തന്നെ അല്ലേ. അപ്പോൾ 50, ബാക്കിയുള്ളത് -2 + 3. 50ൻ്റെ കൂടെ 3 കൂടെ കൂട്ടി 53. ആദ്യമേ പ്ലസ് അങ്ങ് ചെയ്യാം. 50 3 കൂടെ കൂട്ടി 53. 53-ൽ നിന്ന് 2 കുറയ്ക്കാൻ, 53 2 കുറച്ചാൽ എത്ര തന്നെ, 51. അല്ലെങ്കിൽ ചിന്തിക്ക്, 50-ൽ നിന്ന് 2 കുറച്ചാൽ 48. 48 3 കൂടെ കൂട്ടിയാലും 51. നമുക്ക് എത്ര തന്നെയാണ് കിട്ടണ്ടേ, 51 തന്നെയല്ലേ കിട്ടണ്ടേ. അപ്പോൾ ഏതൊക്കെ ചിഹ്നമാണ് നമ്മൾ ഇൻ്റർചേഞ്ച് കൊടുത്ത്, പ്ലസിന് പകരം ഡിവിഷൻ കൊടുത്തു, ഡിവിഷന് പകരം പ്ലസ് കൊടുത്തു. ഇവിടെ ആദ്യമേ നമ്മൾ നോക്കേണ്ടത് ഹരണം ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കി. ഇവിടെ 2/3, 2നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കൊരു ഭിന്നസംഖ്യയല്ലേ കിട്ടുന്നത്, അതുകൊണ്ടാണ് ചിഹ്നം മാറ്റി കൊടുത്തത്. ഒറിജിനൽ ആൻസർ എത്ര കിട്ടണ്ടേ, എണ്ണൽ സംഖ്യയാണ് കിട്ടണ്ടേ, 51 കിട്ടണ്ടേ, അതുകൊണ്ടാണ് നമ്മൾ ചിഹ്നമൊക്കെ മാറ്റി കൊടുത്തത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കിയേ, ഇതിനകത്ത് ഉൾപ്പെടാത്ത സംഖ്യ ഏതെന്നാണ്. ഈ ശ്രേണിയിൽ ഉൾപ്പെടാത്ത ഏതോ ഒരു സംഖ്യ ഇതിനകത്തുണ്ട്, അത് ഏതെന്ന് കണ്ടുപിടിക്കണം നമ്മുടെ ചോദ്യം. നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് നമ്പർ 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ എത്ര ആയിട്ട് മാറി, 6 ആയിട്ട് മാറി. 2 6 ആകുന്നു എന്ന് പറയുമ്പോൾ 4 കൂടുമല്ലേ. അതേപോലെ 6 14 ആയി എന്ന് പറയുമ്പോൾ 8 അല്ലേ കൂടി. ഈ 8 30 14 30 എന്ന് പറയുമ്പോൾ 16 അല്ലേ കൂടി. നോക്കിക്കേ, കൂടി പോകുന്ന സംഖ്യകൾ എന്തെങ്കിലും പ്രത്യേകം ഉണ്ടോ നോക്കിയേ. ആദ്യമേ 4 കൂടി, 4ൻ്റെ ഇരട്ടി 8 കൂടി, 8ൻ്റെ ഇരട്ടി 16 കൂടി. ഇനി അടുത്ത 16ൻ്റെ ഇരട്ടി എത്ര ആയിരിക്കും കൂടണ്ടേ, 32 അല്ലേ കൂടണ്ടേ. 16ൻ്റെ ഇരട്ടി 32, 30 32 കൂട്ടുമ്പോഴല്ലേ 62 കിട്ടുന്നത്. ഓക്കെ ആയോ. അതേപോലെ ഇനി അടുത്തത് 32ൻ്റെ ഇരട്ടി എത്ര കൂടണ്ടേ, 64 അല്ലേ കൂടണ്ടേ. അപ്പോൾ 62ൻ്റെ കൂടെ ഈ 64 കൂട്ടുമ്പം 126, 62ഉം 67 കൂട്ടിയപ്പോൾ 126. അപ്പോൾ ഇവിടെ വരെ ശരിയായി. ഇനി അടുത്തത് 64ൻ്റെ ഇരട്ടി എത്ര, 128 അല്ലേ, 128, 126 127 കൂട്ടാൻ 250 ആണോ, 254 അല്ലേ വരണ്ടേ. അപ്പോൾ ഇവിടെ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ, ഈ ശ്രേണിയിൽ ഉൾപ്പെടാത്ത സംഖ്യ, ആൻസർ ഏതാ, 250. കാരണം മനസ്സിലായേ, ആദ്യമേ 4 കൂടി, 4ൻ്റെ ഇരട്ടി 8, പിന്നെ 16, പിന്നെ 32, പിന്നെ 64, പിന്നെ 128 കൂടണം. 126 + 128, 126ൻ്റെ കൂടെ 128 കൂട്ടുമ്പം 254 വരണ്ടേ. പക്ഷെ അവർ തന്നിരിക്കുന്നത് 250. അപ്പോൾ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ 250. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം നോക്കിയേ, 2002 ജൂൺ 4 ഏത് ദിവസം എന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഓരോ 100 വർഷം വരുമ്പോഴും 5 ഒറ്റ ദിവസം കാണും. ഓരോ 100 വർഷത്തിലും ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 5. ഓരോ 200 വർഷം വരുമ്പോഴും ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3. ഓരോ 300 വർഷം വരുമ്പോഴും ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 1. ഓരോ 400 ദിവസം വരുമ്പോഴും ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0. ആദ്യമേ ഇത് നിങ്ങൾ കൃത്യമായിട്ട് അങ്ങ് പഠിച്ചോണം. ഓരോ 100 വർഷത്തിലും ഒറ്റ ദിവസങ്ങൾ 5. ഓരോ 200 വർഷം വരുമ്പോഴും ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3. ഓഡ് ഡേയ്സ്, ഒറ്റ ദിവസങ്ങൾ. ഓരോ 100 ആകുമ്പോഴും 5, 200 ആകുമ്പോൾ 3, 300 ആകുമ്പോൾ 1, 400 ആകുമ്പോൾ 0. ഇനി ഈ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസറിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, തരുന്ന വർഷത്തിന് തൊട്ട് മുമ്പുള്ള വർഷം നിങ്ങൾ എടുക്കുക. തരുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷം 2002 അല്ലേ തന്നിരിക്കുന്നത്, അതിന് തൊട്ട് മുമ്പുള്ള വർഷം 2001. അപ്പോൾ 2001 വരെ അവിടെ കംപ്ലീറ്റ് ആയി. 2001 പ്ലസ് ഇനി 2002 വരുമോ. 2002 വരുമ്പോൾ ജനുവരി വരും, ഫെബ്രുവരി വരും,
മാർച്ച് വരും, ഏപ്രിൽ വരും, മെയ് വരും, ജൂൺ. എത്ര വരെ മതി? 4 വരെ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. തരുന്ന വർഷത്തിന് തൊട്ട് മുമ്പുള്ളത് 2002 തൊട്ട് മുമ്പുള്ള 2001 എടുത്തു. ഇനി 2002 വരുമ്പോൾ ജനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, ഏപ്രിൽ ഉണ്ട്, മെയ് ഉണ്ട്, ജൂൺ വരെ മതി. ഇനി ഇതിന് തൊട്ട് മുമ്പുള്ള 400ന്റെ ഗുണിതം, 2001 തൊട്ട് മുമ്പുള്ള 400ന്റെ ഗുണിതം എന്ന് പറയുമ്പോൾ 400, 800, 1200, 1600, 2000. അപ്പോൾ ഇതിന് മുമ്പുള്ള 400ന്റെ ഗുണിതം എന്ന് പറയുമ്പോൾ 2000 അല്ലേ? അപ്പോൾ 2000 പ്ലസ് ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ അല്ലേ കിടക്കുന്നത് 2001 കിട്ടാൻ. അപ്പോൾ 1 പ്ലസ് ഇനി ഈ ഒന്നിനകത്ത് എത്ര അതിവർഷം ഉണ്ടെന്ന് നോക്കാൻ 1നെ 4 കൊണ്ട് നമ്മൾ സാധാരണ രീതി ഹരിച്ച് നോക്കും. പക്ഷെ ഇവിടെ ഹരിക്കാൻ പറ്റത്തില്ലല്ലോ, പോയിന്റ് ഒക്കെ അല്ലേ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എഴുതണ്ട, വേറെ ഏതെങ്കിലും സംഖ്യ തന്നാൽ ഹരിച്ചോണം. ഇവിടെ 9, 8 ഒക്കെ വരുമ്പം ഈ തരുന്നതിനെ 4 കൊണ്ട് ഹരിച്ച് ഇവിടെ എഴുതിക്കോണം. ഇവിടെ 1 ആയതുകൊണ്ട് 1നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കുമ്പം ഹരണഫലം ഒന്നും കിട്ടത്തില്ല, പോയിന്റ് ഒക്കെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് നമ്മൾ അത് എഴുതണ്ട. പ്ലസ് ഇട്ടു. ജനുവരി എത്ര ദിവസമാണ്? ജനുവരി 31 ദിവസമല്ലേ? പ്ലസ്. ഫെബ്രുവരി 2002, ഫെബ്രുവരി 28 ദിവസമല്ലേ? പ്ലസ് ഇട്ടു. മാർച്ച് 31 ദിവസം, 31 എഴുതി. ഏപ്രിൽ 30 ദിവസം, 30 എഴുതി. മെയ് 31 ദിവസം, 31 എഴുതി. ജൂൺ എത്ര വരെ മതി? 4 വരെ മതി, 4 എഴുതി. നമ്മൾ പഠിച്ചു 400ന്റെ ഗുണിതം വന്നാൽ 2000 400ന്റെ ഗുണിതമല്ലേ? 400ന്റെ ഗുണിതം വരുമ്പോൾ നമ്മൾ എത്ര കൊടുക്കും? 0 കൊടുക്കും. അതുകൊണ്ട് ഇവിടെ 0 പ്ലസ് ഈ 1 അതേപോലെ തന്നെ എഴുതുന്നു. ഇനി ബാക്കിയുള്ളതിനെ നിങ്ങൾ കൂട്ടിയിട്ട് 7 കൊണ്ട് ഹരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് 7 കൊണ്ട് ഹരിക്കാം. 31നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 4, 7, 28 ബാക്കി കിട്ടുന്ന ശിഷ്ടം മതി നമുക്കവിടെ. ശിഷ്ടം 3. അപ്പോൾ ഇവിടെ 3 കിട്ടി. 28നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 4, 7, 28 ബാക്കി ശിഷ്ടം 0. 31നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്നത്. 30നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ശിഷ്ടം വരുന്നത്. 31നെ ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്നത്. ഈ 4 അതേപോലെ തന്നെ എഴുതി. വീണ്ടും ഈ കിട്ടിയതെല്ലാം കൂടെ കൂട്ടുന്നു, 7 കൊണ്ട് ഹരിക്കുന്നു. നോക്കിയേ, കൂട്ടി നോക്കിക്കേ. 3, 1, 4, 4, 3, 7. ഇവിടെ നോക്ക്, 7, 2, 9, 9, 3, 12, 12, 4, 16, 16 എന്ന് കിട്ടി. ആ 16നെ നമ്മൾ 7 കൊണ്ട് ഹരിക്കുന്നു. 2, 7, 14. ബാക്കി കിട്ടിയ ശിഷ്ടം 2. ശിഷ്ടം 0 വരുന്നതെങ്കിൽ ഞായറാഴ്ചയായിരിക്കും, സൺഡേ ആയിരിക്കും ഞായറാഴ്ച. ശിഷ്ടം 1 വരുന്നതെങ്കിൽ തിങ്കളാഴ്ചയായിരിക്കും. ശിഷ്ടം 2 വരുന്നതെങ്കിൽ ചൊവ്വാഴ്ചയായിരിക്കും. 0 വന്നാൽ ഞായർ, 1 വന്നാൽ തിങ്കൾ, 2 വന്നാൽ ചൊവ്വ, 3 വന്നാൽ ബുധൻ. അങ്ങനെ കൂടി പോകും. ശിഷ്ടം 0 വരുമ്പം ഞായർ കൊടുക്കുക, ശിഷ്ടം 1 വരുമ്പം തിങ്കൾ കൊടുക്കുക, 2 വരുമ്പം ചൊവ്വ കൊടുക്കുക, 3 വരുമ്പം ബുധൻ കൊടുക്കുക, 4 വരുമ്പം വ്യാഴം കൊടുക്കുക. ഇവിടെ നമുക്ക് കിട്ടിയ ശിഷ്ടം 2 അല്ലേ? 2 വരുമ്പം നമ്മുടെ ആൻസർ ചൊവ്വാഴ്ച, ട്യൂസ്ഡേ. ക്വസ്റ്റിൻ്റെ ആൻസർ ട്യൂസ്ഡേ അല്ലെങ്കിൽ ചൊവ്വാഴ്ച. 2002 ജൂൺ 4 എന്ന് പറയുന്നത് ചൊവ്വാഴ്ച. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം നോക്കിയേ. 25√5 ദ ഹോൾ റൈസ് ടു എക്സ് സമം ക്യൂബ് റൂട്ട് ഓഫ് 5 ദ ഹോൾ റൈസ് ടു എക്സ് പ്ലസ് 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. 25ന് പകരം നമുക്ക് 5ന്റെ സ്ക്വയർ എന്ന് എഴുതാം. √5 എന്നല്ലേ കിടക്കുന്നത്? 5 അതേപോലെ തന്നെ എഴുതി. മേലിൽ 1/2 റൂട്ട് വരുമെന്ന് പറഞ്ഞാൽ 1/2 കൊടുത്തു. ദ ഹോൾ റൈസ് ടു എക്സ് അതേപോലെ തന്നെ ഇട്ടു. ഇസ് ഈക്വൽ ടു, ബാക്കി സ്റ്റെപ്പ് ശ്രദ്ധിക്കണേ, ഇത് നമുക്കൊരു റൂളാണ്. ആ റൂൾ നോക്കിക്കോണേ. nth റൂട്ട് ഓഫ് എ ദ ഹോൾ റൈസ് ടു എം. ഇതാണ് റൂള്. nth റൂട്ട് ഓഫ് എ, റൂട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് n കിടക്കുന്നത്. nth റൂട്ട് ഓഫ് എ ദ ഹോൾ റൈസ് ടു എം ഇസ് ഈക്വൽ ടു a റൈസ് ടു m ബൈ n. മേലെ വരുന്ന പവറിനെ ഈ പുറത്തുള്ളതുകൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ബേസ് ആയിട്ടുള്ള 5 ഞാൻ അതേപോലെ തന്നെ എഴുതി. ഈ മേലെ വരുന്നതിനെ പുറത്തുള്ളതുകൊണ്ട് ഹരിച്ചു. x+1/3. ഇവിടെ ഞാൻ അങ്ങനെ ചെയ്തില്ല. കാരണം എന്താ? ഈ 25 വെളിയിലാണ് കിടക്കുന്നത്. ഇവിടെ 3 ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയ റൂട്ടുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്നെങ്കിൽ മാത്രമേ മേലെ വരുന്നതിനെ പുറത്തുള്ളതുകൊണ്ട് ഹരിക്കാവുള്ളൂ. 25 ഇവിടെ മാറ്റിയല്ലേ ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് 25ന് പകരം 5ന്റെ സ്ക്വയർ എന്നൊക്കെ കൊടുത്തത്. ഇനി പറ, a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n. പവർ തമ്മിൽ അങ്ങ് കൂട്ടിയാൽ പോരെ. അപ്പോൾ മേളത്ത് തമ്മിൽ അങ്ങ് കൂട്ടണം. 5 അതേപോലെ തന്നെ എഴുതി പവർ കൂട്ടണം. ഏതൊക്കെയാ? 2ഉം അരയുടെ 2 + അര. ഇങ്ങോട്ടൊന്ന് ചെയ്യാം. ക്രോസ് ചെയ്താൽ 2 × 2 4, 4, 1, 5, 5/2 എന്ന് കിട്ടും. അപ്പം മേളിൽ ഇത് തമ്മിൽ കൂട്ടിയപ്പം 5/2 എന്ന് കിട്ടി. ദ ഹോൾ റൈസ് ടു എക്സ് എന്നല്ലേ കിടക്കുന്നത്. എക്സ് അതേപോലെ തന്നെ ഇട്ടു. ഇസ് ഈക്വൽ ടു 5 റൈസ് ടു x + 1/3.
അത് അതേപോലെ തന്നെ എഴുതി. നമ്മൾ കൃത്യമായി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പവറായിട്ട് എത്ര എണ്ണം വന്നാലും ഈ മേളിൽ വരുന്ന തമ്മിൽ ഗുണിക്കണം, ഈ പവർ തമ്മിൽ ഗുണിക്കണം. 5/2 എക്സ് കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 5^5/2x അല്ലെങ്കിൽ 5xa/2 എന്ന് കിട്ടി. ഇത് തമ്മിൽ ഗുണിച്ച് 5xa/2 എന്ന് എഴുതി. ഇസ് ഈക്വൽ ടു 5x + 1/3. ഇപ്പോൾ നമ്മുടെ ബേസ് രണ്ടും തുല്യമായില്ലേ? ഇനി മേളത്തെ പവർ മാത്രം അങ്ങ് ഇക്വേറ്റ് ചെയ്താൽ മതി. മേളിൽ കിടക്കുന്നത് മാത്രം അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. ഇവിടെ മേളിൽ കിടക്കുന്നത് 5xa/2 എന്നാണ് ഇവിടെ കിടക്കുന്നത്, ആണോ? ഇപ്പുറത്ത് കിടക്കുന്നത് x + 1/3 എന്നാണ് കിടക്കുന്നത്. ഇത് രണ്ടും തുല്യമായിട്ട് എടുക്കുക. ഇനി ഒന്ന് ക്രോസ് വെച്ചാൽ മാത്രം മതി. ക്രോസ് ഈ 3 × 5x 3 × 5x 15x. 2നെ ഗുണിക്കുക, 2 × x 2x പ്ലസ് 2 × 1 2. ഈ 2x ഇപ്പുറം ആക്കുന്നു. 15x - 2x = 2. 15x 2x കുറച്ച് 13x = 2. നമുക്ക് എക്സിന്റെ വിലയല്ലേ വേണ്ടുന്നത്? x = 2/13 2/13. എക്സിന്റെ വില 2/13. കാര്യം റൂൾ ഒന്നുകൂടെ നോക്കുക. nth റൂട്ട് ഓഫ് a/m എന്ന് പറയുമ്പം a/m/n. ഇവിടെ അങ്ങനെ എഴുതാറിൻ്റെ കാരണം ഇവിടെ റൂട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയാണോ, ഇവിടെ ആണോ നമ്പർ ഉള്ളത്? ആരുതെങ്കിൽ മേളത്തന്നെ പുറത്തുള്ളതുകൊണ്ട് ഹരിച്ചാൽ മതിയാവും. ഇവിടെ വെളിയിലാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് 25ന് പകരം 5ന്റെ സ്ക്വയർ എന്ന് എഴുതിയത്. റൂട്ടിന് പകരം 5^1/2 എന്ന് എഴുതിയത്. ദ ഹോൾ റൈസ് ടു എക്സ്. ഇവിടെ ആ റൂള് കണക്ട് ചെയ്തു, ആൻസറിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു നോക്കിക്കേ, ബി എന്ന് പറയുന്ന ആള് സിയുടെ മകനാണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് മകനല്ലേ? അപ്പോൾ ബിയെ നമുക്കൊരു റെക്റ്റാങ്കിളിൽ സൂചിപ്പിക്കാം. ആണുങ്ങളെ നമുക്കൊരു റെക്റ്റാങ്കിളിൽ സൂചിപ്പിക്കാം, പെണ്ണുങ്ങളാകുമ്പോൾ സർക്കിളിൽ സൂചിപ്പിക്കാം. അപ്പോൾ ആണായതുകൊണ്ട് ബി മകനായതുകൊണ്ട് നമ്മളൊരു റെക്റ്റാങ്കിളിൽ സൂചിപ്പിച്ചു. ആരുടെ മകനാ? സിയുടെ മകനാ. അപ്പോൾ സി അമ്മയാകാം അല്ലെങ്കിൽ അച്ഛനാകാം, അവിടെ കിടക്കട്ടെ. ഇനി രണ്ടാം സെൻസിലേക്ക് വരുന്നു. സി എന്ന് പറയുന്നത് ബിയുടെ അമ്മയല്ലെന്ന് പറഞ്ഞു. അപ്പോൾ സി അമ്മയല്ല. അമ്മയല്ലെന്ന് പറയുമ്പോൾ ആരായിരിക്കും? അച്ഛനായിരിക്കത്തില്ലേ? അപ്പോൾ അച്ഛൻ, സി എന്ന് പറയുന്നത് അച്ഛനായ ആണാണ്, അതുകൊണ്ട് നമ്മൾ റെക്റ്റാങ്കിളിൽ സൂചിപ്പിച്ചു. ഇനി അടുത്ത സെൻസിലേക്ക് വരുന്നു. എയും സിയും, A, C എന്നിവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പോൾ സി അച്ഛനാണെന്ന് കിട്ടി. അപ്പോൾ എ എന്ന് പറയുന്നത് അമ്മ. ഓക്കെ ആയോ? എയുടെ സ്ഥാനത്ത് നമ്മൾ ഫീമെയിൽ ആയതുകൊണ്ട് സർക്കിളിനകത്ത് സൂചിപ്പിച്ചു. എ എന്ന് പറയുന്നത് അമ്മയാണ്. ആരുടെ? ബിയുടെ. ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ്. ഇവരുടെ മകനാണ് ആര്? ബി. ഇനി അടുത്ത സെൻസിലേക്ക് വരുന്നു. നോക്കിക്കേ, ഇ എന്ന് പറയുന്നത് സിയുടെ സഹോദരനാണ്. സിയുടെ സഹോദരനാണ് ആര്? ഇ. സിയുടെ സഹോദരൻ. സെയിം ഏജ് തന്നെയാണ്, നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം, സഹോദരൻ. അതുകൊണ്ട് ഒരു റെക്റ്റാങ്കിളിൽ സൂചിപ്പിച്ചു. സഹോദരനാണ് ഇത്, സഹോദരൻ. ഈ സിയുടെ സഹോദരനാണ് ഇ. അടുത്തിലേക്ക് വരുന്നു. ഡി എയുടെ മകളാണ്. ഡി എന്ന് പറയുന്നത് എയുടെ മകളാണ്. അപ്പോൾ എയുടെ മകളെന്ന് പറയുമ്പോൾ സർക്കിൾ, മകളാണ് ഡി. എയുടെ മകളാണ് ഡി. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ മക്കളാണ് ബിയും ഡിയും. ക്ലിയർ ആയേ? ഇനി ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമോ? എഫ് എന്ന് പറയുന്നത് എയുടെ സഹോദരനാണ്. എഫ് എന്ന് പറയുന്നത് എയുടെ സഹോദരനാണ് എഫ്. എയുടെ സഹോദരനാണ് എഫ്. ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ്. ആ എയുടെ സഹോദരനാണ് എഫ്. നമ്മുടെ ചോദ്യം നോക്ക്, സിയുടെ അളിയൻ ആര്? അതായത് ഭാര്യയുടെ സഹോദരനെ പറഞ്ഞ പേരല്ലേ അളിയൻ? ഇയാളുടെ ഭാര്യയുടെ സഹോദരൻ, അയാളെ പറയുന്ന പേരല്ലേ അളിയൻ? അപ്പോൾ സിയുടെ അളിയൻ എന്ന് പറയുന്നത് ആരായിരിക്കും? എഫ് ആയിരിക്കും. ക്വസ്റ്റിന്റെ ആൻസർ എഫ്. അപ്പോൾ അടുത്ത ചോദ്യം, 24ന്റെ 25% പ്ലസ് 32ന്റെ 25% മൈനസ് 350ന്റെ 14%. അപ്പോൾ സാധ്യത തന്നെ ചെയ്യാം. 24 × 25% എന്ന് പറയുമ്പോൾ 100/25 അവിടെ ചെറുതാക്കി അങ്ങ് വരാം. 25-നകത്ത് 25 ഒരു പ്രാവശ്യം, 100-നകത്ത് 25 4 പ്രാവശ്യം. ഈ 24 4 കട്ട് ചെയ്ത് 6. 1 × 6 6. അവിടുത്തെ ആൻസർ 6 എന്ന് കിട്ടിയേ. ചിഹ്നം പ്ലസ് ആണ്, പ്ലസ് അതേപോലെ ഇട്ടു. അടുത്തത് 32ന്റെ 25%. 32 × 100ൽ 25. നേരെ ചെയ്തല്ലേ? 25-നകത്ത് 25 ഒരു പ്രാവശ്യം, 100-നകത്ത് 25 4 പ്രാവശ്യം. കട്ട് ചെയ്തു 8. 1 × 8 8. ഇവിടെ പ്ലസ് ആയതാണ് പ്ലസ് 8 ഇടുന്നിട്ട്. അടുത്ത ചിഹ്നം മൈനസ് അതേപോലെ തന്നെ ഇട്ടു. 350. 350ന്റെ 14% എന്ന് പറയുമ്പോൾ 350 × 100ൽ 14. കട്ട് ചെയ്താൽ പോരെ? ഈ ഒരു 0 കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ 14ന്റെ പകുതി 7 ആണെന്നറിയാം, 10ന്റെ പകുതി 5 ആണെന്നറിയാം. ഈ 35ഉം 5 കൂടെ കട്ട് ചെയ്ത് 7. 7 × 7 49 എന്ന് കിട്ടി.
നോക്കിക്കേ, 8ഉം സംഖ്യകൾ തമ്മിൽ കൂട്ടാനുള്ളത് കൂട്ടുന്നു, പിന്നെ കുറച്ചാൽ പോരെ. 8ഉം 6 കൂടെ കൂട്ടാൻ, 8ഉം 6ഉം 14. അപ്പോൾ 14 മൈനസ് 49. 14 നിന്ന് 49 കുറയ്ക്കാൻ ആൻസർ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. 49 നിന്ന് 14 കുറച്ചാൽ 35, വലുതിൻ്റെ ചിഹ്നം -35 ആൻസർ. നമ്മൾ അടുത്ത നോക്കിയേ, എക്സിൻ്റെ 15% എന്നത് വൈയുടെ 20% തുല്യമാണ്. എക്സിൻ്റെ 15% വൈയുടെ 20% തുല്യമാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള ചോദ്യം തരുമ്പോൾ നോക്കിക്കേ, രണ്ടിടത്തും അപ്പുറം ഇപ്പുറം ശതമാനമില്ലേ, വേണമെങ്കിൽ അവിടെ വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഞാൻ സാധാരണ രീതിയിൽ കാണിക്കാം. എക്സ് ഇൻറ്റു 15/100 = വൈ ഇൻറ്റു 20/100. ചെറുതാക്കാൻ നിൽക്കേണ്ട, ഇവിടെയും താഴെ ഒരു 100, ഇപ്പുറത്തും താഴെ ഒരു 100, കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എക്സ് ഗുണം 15 സമം വൈ ഗുണം 20. ഈ വൈയെ മാത്രം ഇപ്പുറം കൊണ്ടുവരുന്നു. അപ്പോൾ എക്സ് ബൈ വൈ = ഇവിടെ സമത്തിനപ്പുറം 20 അല്ലേ, ഈ 15നെ മാത്രം അപ്പുറം കൊണ്ടുവരുന്നു, 20/15. ഇനി ചെറുതാക്കാൻ പറ്റുമെന്ന് നോക്ക്. 15ഉം 20ഉം ചെറുതാക്കാമല്ലോ. 5 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 4, ഇവിടെ 3. എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് 4ഉം കിട്ടി, വൈയുടെ സ്ഥാനത്ത് നമുക്ക് 3ഉം കിട്ടി. നമ്മുടെ ചോദ്യം എന്തുവാ? x/y. എക്സിൻ്റെ സ്ഥാനത്ത് കിട്ടിയ വില 4, 4 വൈയുടെ സ്ഥാനത്ത് കിട്ടിയ വില 3. ആൻസർ 4/3. 4701 ഏത് സംഖ്യ കൂട്ടിയാൽ അടുത്ത പൂർണ്ണവർഗം കിട്ടും എന്നാണ് ചോദ്യം. അപ്പോൾ അത്തരം ചോദ്യം ഇതിനോട് ഏത് സംഖ്യ കൂട്ടിയാൽ, ചിലപ്പം കുറച്ചാലെന്നായിരിക്കും പറഞ്ഞത്. ആദ്യം നമുക്ക് കൂട്ടം നോക്കാം, പിന്നെ കുറയ്ക്കുന്നതൊക്കെ പറയാം. 4701 അതിനെ നമ്മൾ ദാണ്ട് ഇങ്ങനെ ഘടകങ്ങളാക്കുന്ന രീതിയിൽ ഒന്ന് എഴുതുന്നു. എത്ര അക്ക സംഖ്യ തന്നാലും അവസാനത്തെ 2 അക്കം മാറ്റി നിങ്ങളങ്ങ് കോമം എടുക്കുക. അവസാനത്ത് നിന്ന് 2 അക്കം മാറ്റുക. 1, 2 2 അക്കം മാറ്റി. അപ്പോൾ 47 കിട്ടി, 0 കിട്ടി. ഇനി ആദ്യം കിടക്കുന്ന സംഖ്യ, കോമയ്ക്ക് ശേഷം ആദ്യമുള്ള സംഖ്യ 47 അല്ലേ, അതിന് മുമ്പുള്ള വർഗം. 47ന് മുമ്പുള്ള സ്ക്വയർ എന്തുവാണെന്ന് നോക്കുക നിങ്ങൾ. 47ന് മുമ്പ് 6ൻ്റെ സ്ക്വയർ 6 6 36, 7 7 49. 49 ഉണ്ടോ ഇവിടെ? 47ന് മുമ്പ് ഉള്ളത് ഏതാ? 36 അല്ലേ. അതിന് പകരം 6 ഗുണം 6, 6 ഇൻറ്റു 6 അല്ലേ 36, അതങ്ങ് എടുത്തെഴുതി. ഇനി നമ്മൾ സാധാരണ രീതിയിൽ കുറയ്ക്കാൻ നടക്കാൻ കുറയ്ക്കുന്നു. സാധാരണ രീതിയിൽ കുറച്ചോ, 7ൽ നിന്ന് 6 കുറച്ചാൽ 1. ഇവിടെ ബാലൻസ് 4, 4ൽ നിന്ന് 3 കുറച്ചാൽ 1. ഇനി ബാക്കി കിടക്കുന്ന അതേപോലെ അങ്ങ് എടുത്തെഴുതി. 1101 കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഇവിടെ കിട്ടിയ നമ്പർ ഉണ്ടല്ലോ, ഈ കിടക്കുന്ന സംഖ്യ ഉണ്ടല്ലോ, അതിൻ്റെ ഡബിൾ എടുക്കുക, ഇരട്ടി എടുക്കുക. 6ൻ്റെ ഇരട്ടി, 6ൻ്റെ ഇരട്ടി എത്ര? 12. അതിനുശേഷം ഇവിടെ ഒരു അക്കം എഴുതണം. അതിന് ഞാൻ ഡാഷ് എന്ന് കൊടുത്തു. അവിടെ എഴുതുന്ന അക്കം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ കൊടുക്കുന്ന സംഖ്യയുടെ അക്കവും ഇവിടുത്തെ അക്കവും സെയിം ആവും. ഇതും ഇതൂടെ ഗുണിക്കുമ്പം ഈ കിടക്കുന്ന ഇവിടുത്തെ അക്കവും ഈ കിടക്കുന്ന സംഖ്യയുടെ ഗുണിക്കുമ്പം ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ കിട്ടണം. ഈ 1101 കൂടുതൽ കിട്ടണം. കൂട്ടാൻ പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ കിട്ടേണ്ടത്. കുറയ്ക്കാനായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കുറവ്, തൊട്ട് മുമ്പുള്ളത് കിട്ടണം. അതിന് ചെയ്യുമ്പോൾ മനസ്സിലാവും കുറച്ചുകൂടി. നോക്കുക, ഇവിടെ ഞാനൊരു 1 കൊടുത്ത് നോക്കിയാൽ ഇവിടെ മേളിൽ 1 കൊടുക്കും. 1 ഗുണം 121, 1 ഗുണം 121, 121. ഇതിനേക്കാൾ കൂടുതൽ വല്ലതും ആണോ? അപ്പോൾ 1 അല്ല, ഇച്ചിരി വലിയ സംഖ്യ ഏതായിരിക്കും നോക്കാം. ഇവിടെ ഞാനൊരു 9 കൊടുത്ത് നോക്കുവാണെങ്കിൽ ഇവിടെയും ഇവിടെ 9 കൊടുക്കുമ്പം ഇവിടെ 9 ആവണ്ടേ? നമുക്കൊന്ന് നോക്കാം. 129 ഗുണം 9 ഒന്ന് ചെയ്ത് നോക്കാം. 9 ഗുണം 9 81. 9 2 18. 18ഉം 8 കൂടെ കൂട്ടി, 18ഉം 8 കൂടെ കൂട്ടി 26 കിട്ടി. ബാക്കി ഒരു 9 9, 9ഉം 2 കൂടെ ചേർത്ത് 11. ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതലല്ലേ വന്നേ? ചെറുതായിട്ട് ഇത്തിരി കൂടി കൂടുതലല്ലേ വന്നേ? അപ്പോൾ അത് തന്നെ നമുക്ക് ഇങ്ങോട്ട് എടുത്തെഴുതാം, 1161. ഇനി വലുതിൽ നിന്ന് ചെറുതങ്ങ് കുറച്ചാൽ മതി. ഈ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ അങ്ങ് കുറച്ചാൽ മതി. ഇവിടുന്ന് ഇതങ്ങ് കുറയ്ക്കുക, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 1ൽ നിന്ന് 1 കുറച്ചാൽ 0. 6ൽ നിന്ന് 0 കുറച്ചാൽ 6 തന്നെ അല്ലേ? 6 എഴുതി. 1ൽ നിന്ന് 1 കുറച്ചാൽ 0 0. അപ്പോൾ കൂട്ടേണ്ടതാണ്ട് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 എന്ന് കിട്ടും. ഒന്നുകൂടി പറയാം, കാരണം ഇത്തിരി പാടായിട്ട് തോന്നുന്നു നിങ്ങൾക്ക്. മനസ്സിലാക്കുക, ശ്രദ്ധിക്കും. ഇവിടെ അവസാനത്തെ 2 അക്കം എപ്പോഴും മാറ്റുക. 1 2 അക്കം മാറ്റി. അപ്പോൾ ഇവിടെ സംഖ്യ 47 എന്ന് കിട്ടി. 47ന് തൊട്ട് മുമ്പുള്ളത് എന്തിൻ്റെ സ്ക്വയർ ആണെന്ന് നോക്കി. 47ന് മുമ്പുള്ള സ്ക്വയർ 36 അല്ലേ? അത് എന്തിൻ്റെയാ? 6ൻ്റെ അല്ലേ? 6 ഗുണം 6 ആണ് 36. ഇനി നമ്മൾ ഇതിനകത്ത് നിന്ന് അങ്ങ് കുറച്ചപ്പോൾ 11 കിട്ടി. ബാക്കി ഇത് നമുക്ക് താത്തറങ്ങി. അപ്പോൾ 1101 കിട്ടി. ഇനി ചെയ്യേണ്ടത് ഈ 6ൻ്റെ ഇവിടെ കിടക്കുന്നതിൻ്റെ ഇരട്ടി. 6ൻ്റെ ഇരട്ടി എത്ര? 12. ഇവിടെ ഒരു ഡാഷ് ഇടുന്നു. ആ ഡാഷിൻ്റെ സ്ഥാനത്ത് ഫില്ല് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടേ. ഇവിടെ കൊടുക്കുന്ന അക്കവും ഇത് 2 കൂടെ ഗുണിക്കുമ്പം ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ കിട്ടണം. കൂട്ടാൻ പറഞ്ഞുകൊണ്ടാണ് കൂടുതലെന്ന് എഴുതി.
കുറയ്ക്കാനാണ് പറഞ്ഞെങ്കിൽ ഈ 9 മാറ്റി ഇതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ എത്ര കൊടുത്തന്നെ? നമ്മൾ 8 കൊടുത്തന്നെ. 8 ഗുണം 128 ചെയ്തേനെ. 8 ഗുണം 120. അവിടെ ഒരു ആൻസർ കിട്ടുമല്ലോ. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം, അതായിരിക്കും അവിടുത്തെ ആൻസർ. ഇവിടെ കൂട്ടാൻ പറഞ്ഞുകൊണ്ട് 9ഉം 129 ഗുണിക്കുമ്പം 1160. ഇതിനേക്കാൾ കൂടുതലുള്ള സംഖ്യ വലുതിൽ നിന്ന് ചെറുതങ്ങ് കുറച്ചെഴുതുക. ക്വസ്റ്റിന്റെ ആൻസർ 60. ചോദ്യം 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? n ഇൻറ്റു n പ്ലസ് 1/2. n ഇൻറ്റു n പ്ലസ് 1/2. 1 തൊട്ട് 50 വരെ എന്ന് പറയുമ്പോൾ 50 എണ്ണം അല്ലേ? 50 ഇൻറ്റു 51/2. ഇത് തമ്മിൽ കട്ട് ചെയ്തു. 50ന്റെ പകുതി 25. 25 ഗുണം 51. 25നെ 51 കൊണ്ട് ഗുണിക്കുന്നു. ആൻസർ 1275. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിക്കേ. ഇതിന് ആൻസർ ചെയ്യാൻ ഡെസിമൽ നമ്പേഴ്സിന്റെ ഗുണനമല്ലേ? ഗുണനോ ഹരണോ? അപ്പം ദശാംശ സംഖ്യകൾ ഗുണിക്കുമ്പോൾ പോയിന്റ് മാറ്റി നമുക്ക് സംഖ്യ എടുക്കാം. മേളത്തെ സംഖ്യ 17 ആണ്. 17 ഇൻറ്റു ഇവിടെ പോയിന്റ് മാറ്റി കഴിഞ്ഞാൽ 28 അല്ലേ? 17 ഇൻറ്റു 28 ബൈ ഇവിടെ പോയിന്റ് മാറ്റി കഴിഞ്ഞാൽ 68 അല്ലേ? 68 ഗുണം ഇവിടെ പോയിന്റ് മാറ്റി 14 എന്ന് എഴുതി. ഇനി ഗുണിച്ചിരിക്കുവായിട്ട് ആകെ എത്ര സാധനം ഉണ്ടെന്ന് നോക്കണം. പോയിന്റ് കഴിഞ്ഞിട്ട് ആകെ എത്ര സാധനം? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരക്കം, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 4 അക്കം. അപ്പോൾ 1ഉം 4 ചേർന്ന് മേളിൽ ആകെ എത്ര സാധനം? 5 സാധനം. മേളിൽ ആകെ 5 സ്ഥാനമായി. താഴെ നോക്കിക്കേ. താഴെ ഇവിടെ 3 സാധനം, ഇവിടെ 3 സാധനം. 3ഉം 3ഉം എത്ര സാധനമായി? 6 സാധനം. മേളിൽ ആകെ പോയിന്റ് കഴിഞ്ഞിട്ട് 5 അക്കം ഉണ്ട്. താഴെ ആകെ 3ഉം 3ഉം 6 സാധനം ഉണ്ട്. എവിടെ കുറവെന്ന് നോക്കിക്കേ. ഇവിടെ 5 എണ്ണേ ഉള്ളൂ, ഇവിടെ 6 എണ്ണം ഉണ്ട്. കുറവ് മേളിലല്ലേ? അപ്പോൾ കുറവ് മേളിലായതുകൊണ്ട് മേളിൽ ഗുണിച്ചു. എത്ര എണ്ണത്തിന്റെ കുറവാണെന്ന് നോക്കിക്കേ. ഒരെണ്ണത്തിന്റെ കുറവേ 5ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം ഒന്നല്ലേ? ഒരെണ്ണത്തിന്റെ കുറവെന്ന് പറഞ്ഞാൽ 10 കൊണ്ട് ഗുണിക്കുക. 2 എണ്ണത്തിന്റെ കുറവാണെങ്കിൽ 100 കൊണ്ട്, 3 എണ്ണമാണെങ്കിൽ 1000 കൊണ്ട്. കുറവ് എവിടെയാണോ അവിടെ മാത്രം ഗുണിച്ചാൽ മതി. മേളിലാണ് കുറവ്, അതുകൊണ്ട് മേളിൽ ഗുണിച്ചു. ഒരു സ്ഥാനത്തിന്റെ കുറവായതുകൊണ്ട് 10 കൊണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചാൽ മതി, ചെറുതാക്കിയാൽ മാത്രം മതി. നോക്ക്, 28ഉം 14ഉം നമുക്ക് കട്ട് ചെയ്തൂടെ? 28നകത്ത് 14 2 പ്രാവശ്യം. ഇവിടെ 17ഉം 68ഉം കട്ട് ചെയ്യാൻ പറ്റും നോക്കിക്കേ. 68നകത്ത് 17 എത്ര പ്രാവശ്യമാണ്? 4 പ്രാവശ്യം ഒന്ന് വരും. ബാലൻസ് ഇവിടെ 2ഉം 4ഉം കട്ട് ചെയ്തൂടെ? 4നകത്ത് 2, 4 അല്ലേ കൂടുതൽ? 4നകത്ത് 2, 2 പ്രാവശ്യം അല്ലേ? ഇനി 10ഉം 2ഉം 10നകത്ത് 2 5 പ്രാവശ്യം. അപ്പോൾ ഈ ശ്രേണിയിലെ വിട്ടുപോയത് പൂരിപ്പിക്കാനാണ് നമ്മുടെ ചോദ്യം. നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് ലെറ്റർ എ ആണ്. എ എന്തായിട്ട് മാറി? ബി ആയിട്ട് മാറി. ബി ഡി ആയിട്ട് മാറി. ആ ഡി എന്താണെന്ന് നമുക്കറിയത്തില്ല. ആ സംഖ്യ ആ ലെറ്റർ കെ ആയിട്ട് മാറി. നോക്കാം പ്രത്യേകത. എ ബി ആയി. എ ബി ആവുമെന്ന് പറഞ്ഞാൽ 1 അല്ലേ കൂടിയിരിക്കുന്നത്. ഇനി അടുത്ത് ബി ഡി ആയിട്ട് മാറി. ബി ഡി എന്ന് പറഞ്ഞാൽ ബി കഴിഞ്ഞിട്ട് എത്രാമത്തെ ലെറ്റർ? 2ാമത്തെ ലെറ്റർ അല്ലേ? അപ്പോൾ 2ാമത്തെ ലെറ്റർ. ഇനി ഡി എന്ന് പറയുന്നത് ഡി എത്ര ആയെന്ന് നമുക്കറിയത്തില്ല. ഡി കഴിഞ്ഞ് 3ാമത്തെ ലെറ്റർ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. 3ാമത്തെ ലെറ്റർ 1 2 3 എന്ന് പറയുമ്പോൾ ജി അല്ലേ വരുന്നത്? നോക്കാം, ജി കഴിഞ്ഞിട്ട് 4ാമത്തെ ലെറ്റർ ആണോ എന്ന് നോക്കാം. 1 2 3 4 4ാമത്തെ ലെറ്റർ അല്ലേ കെ ആയിട്ട് വന്നേ? അപ്പോൾ ആ ഒരു പാറ്റേൺ ശരിയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഫസ്റ്റ് ലെറ്റർ നോക്കുക. എ ബി ആയി 1, ബി ഡി ആയി 2 കൂടി, ഡി അടുത്ത ഇനി എത്ര ആവണം? ഡി ജി ആവണം. 3 ലെറ്റർ ആകുമ്പം അവിടെ ഫസ്റ്റിലെ വരുന്നത് ജി ആണ്. ഓപ്ഷൻ നോക്കിക്കേ, ജി വരുന്ന 2 എണ്ണം കിടപ്പുണ്ട്. അപ്പോൾ എയും വരാം, ബിയും വരാം. ഇനി അടുത്ത ലെറ്ററിലൂടെ നമ്മൾ നോക്കുന്നു. നോക്കിക്കേ, വൈ. വൈ എന്ന് പറയുന്നത് ഡബ്ല്യു ആയിട്ട് മാറി. ഡബ്ല്യു എന്ന് പറയുന്നത് യു ആയിട്ട് മാറി. ആ യു എന്തുവായെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ആ ശ്രേണിയിലേക്ക് ഒന്ന്. വൈ വൈ ഡബ്ല്യു ഐ എന്ന് പറയുമ്പം നോക്ക്, 1 2 2ാമത്തെ ലെറ്റർ അല്ലേ? ഇനി ഡബ്ല്യു എന്ന് പറയുന്നത് യു ആയി. യു ആവെന്ന് പറഞ്ഞാൽ നോക്ക്, 1 2 2ാമത്തേതല്ലേ? 2 തന്നെ, വീണ്ടും 2 തന്നെ. ആ യു എന്ന് പറയുന്നത് എന്തായെന്ന് നമുക്കറിയത്തില്ല. വീണ്ടും 2 നമുക്കൊന്ന് കുറച്ച് നോക്കാം. 1 2 എസ് എന്ന് എഴുതാം. ആണോ? നോക്കാം, ചിന്തിച്ച് നോക്കാം. ആ എസിൽ നിന്ന് 2 കുറച്ച് ക്യൂ ആണോ കിട്ടുമെന്ന് നോക്കാം. 1 2 ശരിയാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വരേണ്ട ലെറ്റർ എന്ത് വരുന്നു? എസ് എന്ന് കിട്ടി. അപ്പോൾ ജി എസ്. ജി എസ് എന്ന് വരുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ജി എസ്. ഇവിടെ ജി ടി, ഇവിടെ എച്ച് എസ് ആ. ഇവിടെ വരുന്ന ജി എസ് എന്ന് വരുന്നവരല്ലേ ഓപ്ഷൻ അല്ലേ ഉള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആയിട്ട് നമുക്ക് അർപ്പിക്കാം. ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം 10 7 4 എക്സെട്ര ശ്രേണിയിലെ 25ാമത്തെ പദം. ഒരു എ പിയുടെ nth ടൈം n-ാം പദം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ a + n - 1 × d.
വില കൊടുത്താൽ പോരെ. എ ആദ്യ പദം 10 ആണ്, 10 പ്ലസ് നമുക്ക് എത്രാമത്തെ വേണ്ടുന്നത്, 25ാമത്തെ അല്ലേ. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 25, 25 1 കുറച്ച് 24. ഡി പൊതുവ്യത്യാസം നോക്കിക്കേ, 10 7 7 4 എന്ന് പറയുമ്പോൾ 3 വീതം കുറഞ്ഞല്ലേ വരുന്നത്. അപ്പോൾ ഡിയുടെ സ്ഥാനത്ത് -3 കുറയുക, ഡി -3 കൊടുത്തേ. ഇനി അതേപോലെ തന്നെ എഴുതാം 10 പ്ലസ് ഇൻറ്റു മൈനസ്, ഒരു പ്ലസ് ഒരു മൈനസോടെ ഗുണിച്ചാൽ മൈനസ് അല്ലേ. 24നെ 3 കൊണ്ട് ഗുണിക്കാൻ 24 ഇൻറ്റു 3 എന്ന് പറയുമ്പം 72 അല്ലേ വരുന്നത്. 4 3 12 6 1 7 72. 10 മൈനസ് 72 എന്ന് പറയുമ്പം വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. 72ൽ നിന്ന് 10 കുറച്ചാൽ 62 മൈനസ് 62. 25ാം പദം എന്ന് പറയുന്നത് 62 മൈനസ് 62. അടുത്ത ചോദ്യം, ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ച് 10 കൂട്ടിയപ്പോൾ നമുക്ക് 130 കിട്ടി എങ്കിൽ സംഖ്യ കണ്ടുപിടിക്കാൻ. ഏതൊരു സംഖ്യ എക്സ് എന്നെടുക്കാം, അതിനെ എത്ര കൊണ്ട് ഗുണിച്ചു, 4 കൊണ്ട് ഗുണിച്ച് അതിൻ്റെ കൂടെ 10 കൂടെ കൂട്ടി, അപ്പോൾ നമുക്ക് കിട്ടിയത് 130 കിട്ടിയെന്ന് കാണിക്കാൻ സമയം കിട്ടും. കിട്ടിയതാണ് 130. ഈ പ്ലസ് 10നെ അപ്പുറം കൊണ്ടുവന്നാൽ മൈനസ് ആവത്തില്ലേ. അപ്പോൾ എക്സ് ഗുണം 4 സമം 130ൽ നിന്ന് 10 കുറയ്ക്കാനായി. 130ൽ നിന്ന് 10 കുറച്ചാൽ 120 അല്ലേ. നമുക്ക് എക്സിൻ്റെ വിലയാണ് വേണ്ടുന്നത്. ഈ ഗുണിക്കുന്ന 4നെ അപ്പുറം കൊണ്ടുവന്നു 120/4. 120/4 എന്ന് പറയുമ്പോൾ 30. ആൻസർ 30. നോക്കിയേ, തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ബാങ്കിൽ നിന്ന് 10% നിരക്കിൽ 15,000 രൂപ കടമെടുത്തു. കൂട്ടുപലിശയിലാണ്. 2 വർഷം കഴിഞ്ഞ് അയാൾ 10,000 രൂപ തിരിച്ചടച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ 10,000 രൂപ തിരിച്ചടച്ചു. ഇനി ബാക്കി എത്ര രൂപ ബാങ്കിൽ അടയ്ക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ കൂട്ടുപലിശയുടെ പ്രത്യേകത, പ്രിൻസിപ്പൽ എമൗണ്ട് അയാൾ എടുത്ത തുക എത്ര, 15,000 അല്ലേ. അപ്പോൾ 15,000 ഇൻറ്റു ശതമാനം നമ്മൾ പറയുന്നത് 100-ലായിരിക്കത്തില്ലേ. 100-ൽ കൂട്ടുപലിശ എന്ന് പറയുമ്പം ഈ റേറ്റ് കൂടെ നിങ്ങളങ്ങ് കൂട്ടി എഴുതിയാൽ മതി. 100ൻ്റെ കൂടെ എത്ര കൂടെ ചേരുന്നു, 10 കൂടെ ചേരുന്നു. 100ൻ്റെ കൂടെ 10 കൂടെ ചേർന്നാൽ 110 കിട്ടി. ആണോ? ഇത് എത്ര വർഷത്തേക്ക്, എത്ര വർഷം കഴിഞ്ഞ് അയാൾ 10,000 അടച്ചേ. അപ്പോൾ 2 വർഷം കഴിഞ്ഞെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഒരു പ്രാവശ്യം എഴുതുക. 100ൽ 110. 3 വർഷത്തെ കേസാണെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം. 4 വർഷമാണെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം. 2 വർഷമായിട്ട് ഇത് 2 പ്രാവശ്യം എഴുതുന്നേ ഉള്ളൂ. ഇനി കട്ട് ചെയ്യാനുള്ളതെല്ലാം കട്ട് ചെയ്ത് പരസ്പരം ഗുണിക്കുമ്പം നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടും. ആകെ അടയ്ക്കേണ്ട തുക കിട്ടും. മൊത്തത്തിൽ അടയ്ക്കേണ്ട തുക കിട്ടും. നോക്കാം. ഈ 2 0 2 0 കളഞ്ഞു. ഈ ഒരു 0 ഒരു 0 കളയാം. ഈ കിടക്കുന്ന ഒരു 0 ഒരു 0 കളയാം. ഇനി എല്ലാം കൂടെ ഗുണിച്ചാൽ പോരെ. 150 ഉണ്ട്, 11 ഉണ്ട്, 11 ഉണ്ട്. 11 ഗുണം 11 121. 121നെ 150 കൊണ്ട് ഗുണിക്കാൻ 121 ഗുണം 15 ചെയ്യാം. പിന്നെ ഒരു 0 കൊടുക്കാം നമുക്ക്. 5 5 2 10 ഒരു 5 5 1 6 1 ഇവിടെ 2 1 കൂട്ടിക്ക് 5 1 8 1. ഈ 150ൻ്റെ ഒരു 0 കൂടെ ഇല്ലേ. അപ്പോൾ അയാൾ 2 വർഷം കഴിഞ്ഞ് ആകെ അടയ്ക്കേണ്ട തുക, മൊത്തത്തിൽ അടയ്ക്കേണ്ട തുകയാണ് എത്ര, 18,150 രൂപ. അതിനകത്ത് അവൻ എത്ര രൂപ അടച്ചു, 10,000 രൂപ അടച്ചെന്ന് പറഞ്ഞില്ലേ. ഇനി ബാക്കി എത്ര രൂപ അടയ്ക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ ഈ 18,150ൽ നിന്ന് അടച്ച തുക അങ്ങ് കുറച്ചു. 10,000 അങ്ങ് കുറയ്ക്കുന്നു. 10,000 കുറച്ചാൽ 8,150. ഇനി തിരിച്ചടയ്ക്കേണ്ട, ബാക്കി അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് 8,150. നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ 8,150. ആകെ എത്ര രൂപ അടയ്ക്കണം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ 18,150. അതിനകത്ത് 10,000 അടച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ബാക്കിയായിട്ട് വന്നത് 8,150. അപ്പോൾ നമുക്ക് ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധമാണ് 5:4. അതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ തന്നിരിക്കുന്നത് 320. ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. പരപ്പളവിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഏരിയയുടെ ഇക്വേഷൻ, വിസ്തീർണത്തിൻ്റെ ഇക്വേഷൻ L/B എല്ലാം ഒന്ന് തന്നെയാണ്. അതിൻ്റെ വിലയാണ് 320. നീളത്തിൻ്റെ റേഷ്യോ നോക്കി 5 അല്ലേ. അപ്പോൾ നീളം 5x എന്ന് എടുക്കാം. വീതിയുടെ റേഷ്യോ നോക്കി 4 അല്ലേ. അപ്പോൾ വീതി 4x എന്ന് എടുക്കാം. അതിൻ്റെ വിലയാണ് 320. ഗുണിച്ച് 5 ഗുണം 4 20 എന്ന് കിട്ടും. എക്സ് ഗുണം എക്സ് x² എന്ന് കിട്ടി. അതിൻ്റെ വില 320. അപ്പോൾ x² = 320/20 എന്ന് വരും. ഈ ഒരു 0 ഒരു 0 കട്ട് ചെയ്ത് കളഞ്ഞു. 32ൻ്റെ പകുതി 16 എന്ന് കിട്ടി. x² വിലയാണ് 16. അപ്പോൾ x √16 എന്ന് കിട്ടി. √16 എന്ന് പറഞ്ഞാൽ എത്ര, 4 അല്ലേ. എക്സിൻ്റെ വില 4 എന്ന് വന്നു. നമ്മുടെ ചോദ്യം വീതി എത്ര, വീതിയുടെ സ്ഥാനത്ത് 4 അല്ലേ കിടക്കുന്നത്, അല്ലെങ്കിൽ വീതി 4x എന്നല്ലേ നമ്മൾ എഴുതിയേ. 4 ഗുണം എക്സിൻ്റെ വില 4, 4 × 4 16. ആൻസർ 16.
അപ്പോൾ നമ്മുടെ ചോദ്യം നോക്കിക്കേ, നമുക്ക് സമചതുരാകൃതി സംഭാകൃതിയായിട്ടുള്ള ഒരു തടി കഷ്ണമുണ്ട്. അതിൻ്റെ പാദത്തിൻ്റെ വശം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ. അതായത് പാദം എന്ന് പറയുമ്പോൾ സമചതുരം അല്ലേ, സമചതുര സ്തംഭം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പാദവശം 10, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം 10 എന്ന് പറയുമ്പം അതിൻ്റെ ഉയരം, ഈ കാണുന്ന മേലോട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്, ഈ ഉയരം എന്ന് പറയുന്നത്, അതായത് താഴെ നിന്ന് മേളിലേക്കുള്ള ഉയരം എന്ന് പറയുന്നത് 20 ആണെന്ന് പറഞ്ഞു. ഈ സമചതുര സ്തംഭത്തിൽ നിന്ന് ചെത്തിയെടുക്കാൻ കഴിയുന്ന, ഇതിനകത്തുനിന്ന് ചെത്തിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വൃത്തസ്തംഭം, അതിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ സിലിണ്ടർ, വൃത്തസ്തംഭത്തിന് ഇംഗ്ലീഷ് പറഞ്ഞ പേര് എന്തുവാ, സിലിണ്ടർ. സിലിണ്ടറിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. സിലിണ്ടറിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ, πr²h. സിലിണ്ടറിന്റെ വ്യാപ്തത്തിന്റെ ഇക്വേഷൻ πr²h. അപ്പോൾ നമുക്ക് ആരവും വേണം ഉയരവും വേണം. അതിന് വേണ്ടി നോക്കാം, ശ്രദ്ധിക്കേ. അതുകൊണ്ട് ഈ വശം, ഈ പാദവശം അല്ലെങ്കിൽ പാദവക്ക് എത്ര തന്നു, 10 തന്നില്ലേ എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ വ്യാസം, ഈ ഫുള്ളായിട്ടുള്ള ലെങ്ത് അല്ലേ 10 തന്നിരിക്കുന്നത്, വൃത്തത്തിന്റെ വ്യാസമാണ് നമുക്ക് തന്ന 10. ആരോ എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി ആയിരിക്കത്തില്ലേ, അപ്പൊ 10ന്റെ പകുതി. അപ്പൊ വൃത്തസ്തംഭം അല്ലെങ്കിൽ സിലിണ്ടറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആ 10ന്റെ പകുതി അങ്ങ് എടുത്താൽ മതി, 5. ഉയരം മേപ്പോട്ടുള്ളത് മാറ്റം വല്ലതും വരുമോ, ഉയരത്തിന് മാറ്റം വല്ലതും വരുമോ, ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെയുള്ള ദൂരം, അതിന്റെ വില എത്ര എന്നുണ്ട്, 20 എന്നുണ്ട്. അപ്പൊ h ആരത്തിന്റെ സ്ഥാനത്ത് 5 എന്നുണ്ട്, hന്റെ സ്ഥാനത്ത് എത്ര തന്നെ, 20 തന്നെ എന്നുണ്ട്. നമുക്ക് ആ വൃത്തസ്തംഭത്തിന് എന്ത് കണ്ടുപിടിക്കാൻ, വ്യാപ്തം കണ്ടുപിടിക്കാൻ. വില കൊടുത്താൽ പോരെ, പൈ അതേപോലെ തന്നെ ഇട്ടു, ആരം, ആരത്തിന്റെ സ്ഥാനത്ത് 5, 5ന്റെ എന്ത് വേണ്ടുന്നത്, സ്ക്വയർ അല്ലേ, 5 × 5, അതുകൊണ്ട് നമ്മൾ 25 എഴുതി. ഉയരം, ഉയരം മേപ്പോട്ടുള്ളത് ഇവിടം തൊട്ട് ഇങ്ങനെ അറ്റം വരെയുള്ള ഉയരം, അതെത്ര തന്നെ, 20 അല്ലേ, അപ്പൊ അതുകൊണ്ട് അതിന് നമ്മൾ 20 എന്ന് കൊടുത്തു. ഇനി ഗുണിച്ചാൽ പോരെ, 25 × 2, 25 × 2 50, ഒരു 0 ഇല്ലേ, അപ്പൊ 500. ക്വസ്റ്റ്യന്റെ ആൻസർ 500 π എന്ന് വരും. സിലിണ്ടറിന്റെ വ്യാപ്തത്തിന്റെ കണ്ടീഷൻ πr²h. നമ്മുടെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിനകത്ത് സമാന്തര ശ്രേണി ഏതെന്ന് കണ്ടുപിടിക്കാനാണ്. ഈ 4 ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് സമാന്തര ശ്രേണി. അതിനകത്ത് ഒന്നാമത് നോക്കിയേ, 2ന്റെ കൃതികൾ വരുന്ന ശ്രേണി എന്ന് പറയുമ്പോൾ നമുക്ക് പവർ കൊടുത്തു നോക്കാം. 2⁻0, 2⁻1, 2⁻2, 2⁻3 അങ്ങനെ പോകുന്ന ശ്രേണിയാണ് പറഞ്ഞേക്കുന്നത്. 2⁻0, ഏതൊരു സംഖ്യയുടെ മുകളിൽ 0 വന്നാൽ 1 അല്ലേ, 2⁻1 2 തന്നെ അല്ലേ, 2ന്റെ സ്ക്വയർ 4 അല്ലേ, 2ന്റെ ക്യൂബ് 8 അല്ലേ, എക്സെട്ര. സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ എന്തോ, ഒരേ സംഖ്യ തന്നെ കൂട്ടിക്കൂട്ടി പോകണം. ഇവിടെ നോക്കിയേ, 1 2 ആയി, 2 4 ആയി, 4 8 ആയി. ഒരേ സംഖ്യയാണോ കൂട്ടിക്കൂട്ടി പോയേക്കുന്നത്, ഇവിടെ ഗുണിച്ചല്ലേ പോയേക്കുന്നത്. 1 2 ആവുമെന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിക്കുന്നു, 2 4 ആവുമെന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിക്കുന്നു, 4 8 ആവുമെന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിക്കുന്നു. അങ്ങനെ നിശ്ചിത സംഖ്യകൾ ഗുണിച്ച് പോകുന്നതിനെ പറഞ്ഞ പേര് GP എന്ന, സമഗുണിത ശ്രേണി എന്നാ പറഞ്ഞത്, സമഗുണിത ശ്രേണി. അപ്പം കൃതികൾ വരുന്നത്, ഏതൊരു സംഖ്യയുടെയും കൃതികൾ എടുക്കുന്ന ശ്രേണി ചോദിച്ചാൽ അതെന്തുമായിരിക്കും, സമഗുണിതവ. സമാന്തര ശ്രേണിയാണോ, അപ്പൊ അത് കളഞ്ഞു, ഇതല്ലെന്ന് മനസ്സിലായി. ഇവിടെ നോക്കിയേ, ഓപ്ഷൻ ഡി യുടെ നോക്കിയേ, 3ന്റെ കൃതികൾ വരുന്ന ശ്രേണി എന്ന് പറയുമ്പോഴും അതും എന്ത് തന്നെയായിരിക്കും, കൃതികൾ എന്ന് പറയുമ്പോൾ GPയിലായിരിക്കും, സമഗുണിതമായിരിക്കും. അപ്പൊ എയും അല്ല ഡിയും അല്ലെന്ന് മനസ്സിലായി. കൃതികൾ വരുന്നത്, 2ന്റെ കൃതികൾ അല്ലെങ്കിൽ 3ന്റെ കൃതികൾ അല്ലെങ്കിൽ 4ന്റെ കൃതികൾ എന്നൊക്കെ പറയുന്നത് GPയിലായിരിക്കും. ഇനി നമുക്ക് ബി ആണോ സി ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് നോക്കാം. ബി, എണ്ണൽ സംഖ്യകളുടെ വിൽക്രമം എടുക്കാൻ. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ, 1 2 3 4 എക്സെട്ര അങ്ങനെ പോവല്ലേ. ഇതിന്റെ താഴെ ഏതൊരു സംഖ്യയുടെയും ഛേദമായിട്ട് 1 കാണത്തില്ലേ, ഇതിന്റെ വിൽക്രമം എടുക്കാൻ, തിരിച്ചെഴുതാൻ. ഇതിന്റെ വിൽക്രമം ഒന്നാണ്, തിരിച്ചെഴുതാൻ 1/1. വിൽക്രമങ്ങളുടെ ശ്രേണിയാണ് നമുക്ക് വേണ്ടുന്നത്. 1/1, 1/2, 1/3, 1/4. നോക്കിക്കേ, ഭിന്നസംഖ്യ 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ. ഇത് 1/2 അതേപോലെ എഴുതി, 1/3 അതേപോലെ എഴുതി, 1/4. ഒരേ സംഖ്യ തന്നെയാണോ കൂട്ടിക്കൂട്ടി പോകുന്നത്. 1 അരയായി, 1 അരയായി എന്ന് പറഞ്ഞാൽ അര കുറയ്ക്കുന്നു. വീണ്ടും അരയിൽ നിന്ന് അര കുറച്ചിരുന്നെങ്കിൽ 0 അല്ലേ ഇവിടെ വരണ്ടേ, പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് 0 ആണോ. അപ്പൊ ഇതും സമാന്തര ശ്രേണിയല്ല. സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ ഒരേ സംഖ്യകൾ തന്നെ കൂട്ടിക്കൂട്ടി പോകണം, എല്ലായിടത്തും ഒരേന്ന് തന്നെ കൂട്ടിക്കൂട്ടി പോകണം. ഇവിടെ നോക്കിക്കേ, അപ്പൊ എയും അല്ല ബിയും അല്ല ഡിയും അല്ലെന്ന് മനസ്സിലായി. പിന്നെ ഏതായിരിക്കും നമ്മുടെ ആൻസർ, സി ആയിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നോക്ക്, ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്നസംഖ്യകൾ വരുന്ന ശ്രേണി. ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാ, 1 3 5 7 9. ഇതിന്റെ പകുതി, ഏതൊരു സംഖ്യയുടെയും പകുതി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കാനല്ലേ. പകുതി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും 2 കൊണ്ട് ഹരിക്കുന്നു. നോക്കാം, 1ന്റെ പകുതി എന്ന് പറയുമ്പോൾ അര, 0.5. 3ന്റെ പകുതി എന്ന് പറയുമ്പോൾ 1.5, 1.5. 5ന്റെ പകുതി എന്ന് പറയുമ്പോൾ 2.5. ഇവിടെ 7ന്റെ പകുതി എന്ന് പറയുമ്പോൾ 3.5 ആണോ. അര
1.5 2.5 3.5 1 വീതം അല്ലേ കൂടി കൂടി പോകുന്നത്. അപ്പം ഒരു നിശ്ചിത സംഖ്യ കൂടി കൂടി പോകുന്നതിനെ പറഞ്ഞ പേരാണ് സമാന്തര ശ്രേണി. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. എയും ഡിയും ശ്രദ്ധിച്ചോണം, കൃതികൾ വരുന്നത് സമഗുണിതമാണ്, GP ആണ്. നമ്മുടെ ചോദ്യം 6 പൈപ്പുകൾ ഉപയോഗിക്കുന്ന വഴി 1 മണിക്കൂർ കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. 5 പൈപ്പുകൾ ഉപയോഗിക്കുന്ന വഴി എത്ര മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും എന്നാണ് ചോദ്യം. വർക്ക് ആൻഡ് ടൈമിനകത്ത് നമ്മൾ ഇക്വേഷൻ പഠിച്ചുകൊണ്ട് നോക്കിയേ. M1 ആൾക്കാർ T1 സമയം കൊണ്ട് ചെയ്യുന്നത് M2 ആൾക്കാർ T2 സമയം കൊണ്ട് തീർക്കുന്നു. അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ M1 × T1 = M2 × T2. നമുക്ക് ആ വില ഞാൻ കൊടുത്താൽ പോരെ. 6 പൈപ്പ്, M1 സ്ഥാനത്ത് 6 എണ്ണം, T1 ടൈം 1 മണിക്കൂർ 20 മിനിറ്റ്. 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് ആയില്ലേ. 60ഉം 20ഉം ചേർന്ന് 80 മിനിറ്റ്, ഫുള്ളായിട്ട് 80 മിനിറ്റ് അങ്ങ് എഴുതിക്കൂടെ. 1 മണിക്കൂർ 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ 80 ആയി. അപ്പോൾ ഇവിടെ T1 സ്ഥാനത്ത് 80 കൊടുക്കുന്നു. ഈ M2 സ്ഥാനത്ത് 5 എണ്ണം, അതിന് എത്ര സമയം എന്നല്ലേ ചോദ്യം. ഈ ഗുണിക്കുന്ന 5നെ ഇപ്പുറത്തോട്ടാക്കി 6 × 80/5. ഇനി അത് കട്ട് ചെയ്ത് വെച്ചാൽ പോരെ. 80ഉം 5ഉം 80ഉം 5 കൂടെ കട്ട് ചെയ്യുമ്പോൾ 16. 16നെ എത്ര കൊണ്ട് ഗുണിക്കാൻ? 16 × 6. 16 × 6 96. നമ്മുടെ ആൻസർ 96 എന്തുവാ? മിനിറ്റ് ആണ്. 96 മിനിറ്റ്. മണിക്കൂറിലോട്ടാക്കുവാണെങ്കിൽ എങ്ങനെ വരും? 1 മണിക്കൂറും 36 മിനിറ്റ് എന്നും കിട്ടും. പക്ഷേ ഓപ്ഷൻ അത് 96 ഉണ്ടായിരുന്നു, അതുകൊണ്ട് 96 മിനിറ്റ്. ഫുള്ളായിട്ട് എഴുതിയാൽ 1 മണിക്കൂർ 36 മിനിറ്റ് എന്ന് വരും. അടുത്ത ചോദ്യം നോക്കി. ഒരു ക്ലോക്കിലെ സമയം 7:30 ആണെങ്കിൽ 7:30 ആയാൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് കണ്ടുപിടിക്കാൻ. നമുക്കറിയത്തില്ല നേരിട്ട് കണ്ടീഷൻ. 30h - 11/2m. H എന്ന് പറയുമ്പോൾ തരുന്ന മണിക്കൂർ, M എന്ന് പറയുമ്പോൾ തരുന്ന മിനിറ്റ്. കൊടുത്താൽ പോരെ. 30 × 7 മണി എന്നല്ലേ പറയുന്നത്. 7 - 11/2 × M സ്ഥാനത്ത് 30 മിനിറ്റ് എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. 30നെ ഈ 7 കൊണ്ട് ഗുണിക്കാൻ. 30 × 7 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 210 കിട്ടി. മൈനസ് ഈ 30ഉം 2 കൂടെ കട്ട് ചെയ്തൂടെ. 15 എന്ന് വരത്തില്ലേ. അപ്പോൾ 11 × 15. 11 × 15 എന്ന് പറഞ്ഞാൽ എത്ര? 165 അല്ലേ. 210ൽ നിന്ന് 165 കുറയ്ക്കുമ്പം ആൻസർ 45 എന്ന് കിട്ടും. അപ്പോൾ ക്ലോക്കിലെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് കണ്ടുപിടിക്കാൻ 30h - 11/2m. ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കാണാം.